സാധാരണ നമുക്ക് ചക്കക്കുരു അരിഞ്ഞെടുക്കാനായിട്ട് നല്ല സമയം എടുക്കും. ഇത് ചിരണ്ടി കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല സമയം തന്നെ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് പൊളിക്കുന്ന കാര്യം ഓർത്തിട്ട് നമുക്ക് മടിയായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചക്കക്കുരു പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ചക്കക്കുരു പൊളിച്ചിട്ട് കത്തി പോലും ഉപയോഗിക്കാതെ ചക്കക്കുരു അരിഞ്ഞ് ഒരു ചക്കക്കുരുവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട്ടിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. നമ്മുടെ ചക്കക്കുരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 10-30 എണ്ണത്തോളം ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഇതിൽ ഇപ്പം കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കണം എവിടെയെങ്കിലും അഴുക്കായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ. ചിലതൊക്കെ കറുത്ത് വരുന്നതായിട്ട് കാണാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് നല്ല നോക്കി തന്നെ എടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ലെവലിൽ കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ മതിയാവും. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് പിന്നെ 2 വിസിലൂടെ മതിയാവും. ഇവിടെ ഞാൻ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ അടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്യണം. വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. നനവുണ്ടെങ്കിൽ നമ്മൾ ആ ചക്കക്കുരു എടുക്കുമ്പോൾ അത് തെന്നിപ്പോവും. അതുപോലെ ഇതിൻ്റെ ചൂടും ഒന്ന് കുറഞ്ഞു വരണം. ഇപ്പം ഇതിൻ്റെ നനവൊക്കെ മാറി ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം തൊലി പൊളിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാം ചില ചക്കക്കുരുവൊക്കെ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളിങ്ങനെ കുക്കറിലിട്ട് വേവിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ സ്കിന്ന് പൊട്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് ഒന്ന് മുറിച്ച് വിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് പൊളിച്ചെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് എത്ര എളുപ്പമായിട്ട് തന്നെ ചക്കക്കുരു ഇത് പൊളിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ പാർട്ട് കളഞ്ഞിട്ടില്ല. അത് നല്ല ഗുണമുള്ളതാണ്. അതുകൊണ്ടാണ് കളയാവുന്നത്. ഇപ്പോൾ ഇത് വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് അരിയാൻ പോയാൽ അത് പൊടിഞ്ഞ് തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഹാർഡായിട്ടുള്ളത് ഇടിയോറിലില്ല, അതിൻ്റെ ആ ചെറിയ ഇടിക്കുന്ന ആ സാധനം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടത് മാഷ് ചെയ്ത് വരും. നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. സമയമില്ലെങ്കിൽ പോലും ഈ മെത്തേഡിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചക്കക്കുരു പൊളിച്ച് നമ്മുടെ ചക്കക്കുരു ഏത് ടൈപ്പിലുള്ള റെസിപ്പി വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ചക്കക്കുരു എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചക്കക്കുരു തോരൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കൊച്ചുള്ളിയാണ്. ഒരു 10-20 ഉണ്ട്. നമുക്ക് സവാള വേണമെങ്കിൽ സവാളയും ചേർക്കാതാണ്. പിന്നെ ഒരു വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പുറകാലെ കാണാം. അതും വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണ വെക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെള്ളം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും നടുക്കൂടെ കീറിയിട്ടുള്ള പച്ചമുളക് ഇടുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴത്തേന് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതും പിന്നെ കൊച്ചുള്ളിയുടെ ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് വാടി വരണം.
എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ അങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നു. ആ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം അതിലോട്ടൊന്ന് ചക്കക്കുരുവിലോട്ട് പിടിക്കാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റോളം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടപ്പ് മാറ്റുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരുന്നു. ഒരു നാടൻ നല്ലൊരു മണമായിരുന്നു. അതുപോലെ ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതുണ്ട്. പിന്നീട് അതിലേക്ക് 3-4 കറിവേപ്പിലയും 1 സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കക്കുരു റെസിപ്പിയാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നമുക്ക് ചക്കക്കുരു പൊളിക്കാനാണെങ്കിലും ചക്കക്കുരു പൊളിച്ചിട്ട് എന്ത് ടൈപ്പ് കറി വെക്കാനും റെസിപ്പി ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കണോടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.